അടിപൊളി ഭൂപ്രകൃതിയാണ്. നല്ലൊരു പ്ലേസാണ്. ജസ്റ്റ് വൺ ടൈം വിസിറ്റിന് പറ്റിയൊരു സ്ഥലം. വെള്ളം നോക്കണമെങ്കിൽ നമ്മൾ സൂം ചെയ്ത് നോക്കേണ്ടി വരും. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓഫ് റോഡ് പോവുകയാണ്. 2-3 തവണയായിട്ട് നമ്മളവിടെ വന്നിട്ട് അവസാനം ഇതുവരെ സ്ഥലം കിട്ടുന്നില്ല. ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു അവന് കുളിക്കാൻ വേണ്ടിയിട്ട്. കടയിൽ കയറി വെള്ളം മേടിച്ച് ഇവിടെ കൊണ്ട് കുളിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഫാം ഹൗസൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി. ആ ഇതെന്താണ് നാരങ്ങ നിൽക്കുന്നുണ്ട്. നാരങ്ങ ഉണ്ട്. നാരങ്ങ പിടിച്ചെടുപ്പുണ്ട്. നല്ല വെള്ളം അടിക്കുന്നുണ്ട്. ആരോഗ്യമുള്ളതാ. നല്ല ഡേഴ്സിൻ്റെ ഫാമോ ഒന്ന്. ഡേഴ്സൊക്കെ പഴുത്ത് കിടക്കുന്നു. നല്ല ഡേറ്റ്സ്. ശരിക്കും ഫ്രഷ് ഡേറ്റ്സാണ്. അതിൻ്റെ നടുക്ക് വല്ലുണ്ട്. മാവാന്നല്ലേ നമ്മുടെ നാട്ടിലെ. അവരങ്ങ് ഫ്രണ്ട് പോയി. വാഴ നിൽക്കുന്നു. വാഴ ഉണങ്ങി അത് കൊട്ടയായി. ഇവിടെ എല്ലാം വാഴ എങ്ങനെയാ കളിക്കുന്നത്? കൊലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വാഴക്കൊലയൊന്നും ഇല്ല. പക്ഷെ അതുകൊണ്ട് ഇതേ ഒരു വാഴ കുഴച്ചിട്ടുണ്ടല്ലോ. അതെ, ഒരു വാഴക്കൊല. ഗൾഫിൽ വന്ന് വാഴക്കൊല കണ്ടില്ലെന്ന് പറയല്ലേ. വാഴ കഴിക്കുന്നു. ഗൾഫിലെ വാഴ. കൂമ്പ് വിരിഞ്ഞ് വന്നേറ്റേ ഉള്ളൂ. അടിപൊളി. വിഷ്ണു വന്നേനെ അവന് ഇപ്പോൾ വന്ന് തേൻ കിട്ടുമോ നോക്കിയാണ്. മാവുണ്ട്. മറ്റേ ഡേറ്റ്സ് നിൽക്കുന്നുണ്ട്. ഒരുമാതിരി പോലെ ഉണ്ട്. കണ്ടിട്ട് ഇതെന്തോ കളറാണ് ഇതിന്? പായൽ വാട്ടറാണ്. അതിനകത്ത് ഇറങ്ങിയാലേ ചിലപ്പോഴേ അസുഖം പിടിക്കും. ഇവിടെ മഴ പെയ്തപ്പം ഉണ്ടായ കുറച്ച് വെള്ളം. പക്ഷെ കുറച്ച് വെള്ളമുണ്ട് ഇവിടെ. പക്ഷെ മഴ പെയ്തപ്പോൾ ഉള്ള വെള്ളമാണ്. പക്ഷെ പോരാ. നല്ല സ്ഥലമാണ്. ജസ്റ്റ് ഓക്കെ, അത്യാവശ്യം ജസ്റ്റ് സ്ഥലങ്ങൾ കാണാം. പക്ഷെ നല്ല മലകളൊക്കെയാണ്. അടിപൊളിയാണ്. അത് ഗൾഫിലെ ചാല് വിട്ടേക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് വന്നിട്ട് ഇവിടെ വന്ന് വെള്ളം വരും. ഇവിടുന്ന് പൈപ്പിലൂടെ വെള്ളം നേരെ അപ്പുറ സൈഡിലേക്ക് ഇവിടെ വന്ന് വെള്ളം വന്ന് അത് വഴി പോവും. നല്ല ഐഡിയ ആണ്. വെള്ളം നിറഞ്ഞാലും ഇവിടെ വന്ന് കിടക്കും. അതിനകത്ത് മീനൊക്കെ ഉണ്ട്. മീനുണ്ടോ അതിനകത്ത്? മീനില്ലേ? അമ്മ കൊള്ളാവോ സ്ഥലം? ഏമ്മു സ്ഥലം കൊള്ളാവോ? നീ കല്ല് പറക്കി ഇടണ്ട. എന്താ സാധനം അത്? പോയതിൽ ഏറ്റവും കൂടുതൽ വേണമെന്ന സ്ഥലം ഇത്. അല്ലല്ല, മറ്റല്ല നമ്മൾ ഡാമിൽ പോയായിരുന്നല്ലോ. ഡാം അല്ലേ ഇത്? ഇതില് വേണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലം വിഷ്ണുവിന് ഇറങ്ങി കുളിക്കണമെങ്കിൽ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഹൗസുകളാണ് ഇവിടെ എല്ലാം. ഈ നമ്മുടെ നാട്ടിലെ താഴ്വര എന്ന് പറഞ്ഞാലേ, ഈ കാശ്മീർ താഴ്വര എന്നൊക്കെ നമ്മൾ കേട്ട പോലെയുള്ള ഇവിടെ ഷാർജ താഴ്വരകളാണ്. ഒക്കെ ആൾക്കാരുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്.
മറ്റേ അവിടെ കുറച്ച് ആൾക്കാർ വർത്തമാനം പറയുന്നവർ ഈ ഫാം നോക്കുന്നത്. ഇവിടെ ഡേറ്റ്സൊക്കെ എല്ലാം പിടിച്ച് കിടപ്പുണ്ട്. നല്ല രസമുണ്ട് ഡേറ്റ്സ് ട്രീ ഒക്കെ കാണാൻ. എല്ലാം പഴുത്ത് റെഡിയായി കിടക്കുക. പറിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ ചൂടത്ത് ഇവിടുത്തെ ഇപ്പോൾ ചൂടാണല്ലോ, ഈ ചൂടത്താണ് ഇത് പഴുക്കുന്നത്. ഇത് നോക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചേക്കും അവർ. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഇപ്പോൾ ഇതവിടെ അപ്പുറത്ത് നിന്ന് മെയിൻ റോഡ്. അതേ വലിയ ഹീൽസ് ഉണ്ട്. ഒരു മേളിൽ കൂടെ റോഡ് പോകുന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇതിങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പാത്തിയാണ്. ഇതിലൂടെ വെള്ളം ഒഴുകി വന്ന് താഴേക്കൂടെ വന്ന് നീ വെള്ളം കോരി ഒഴിക്ക. അമ്മ നീ എന്താ ചെയ്യുന്നേ? ആ ആ വെള്ളത്തിൽ കല്ലെടുത്തറിയാണോ? നിനക്ക് എവിടെ നിന്നാ പോരാ? അത് എന്തിനാ അങ്ങോട്ട് പോന്നേ? നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിന്നാ പോരെ. വെള്ളത്തിൽ വീടില്ല അമ്മു, തെന്നിപ്പോ. ദൂരെ നിന്നോ. അല്ല, ആ വെള്ളം നീ ദൂരെ നിർത്തെറിഞ്ഞാൽ അവളെ നേരത്തെറിക്കത്തില്ലയോ? അത് ഒരുപാട് വെള്ളം നിറയ്ക്കാതെ. എന്തോ ആൾക്കാർ വരുന്നുണ്ടോ അവിടേക്ക്? ഗ്രേപ്സ് ഇങ്ങനെ കൊല കൊത്തി കിടക്കുന്ന ഫുൾ ഡേറ്റ്സ് ആണ്. ഇതിവിടെ നോക്കാനൊക്കെ ആളുണ്ട്. ഫാമാണ്, പക്ഷെ നല്ല രസമുണ്ട്. പഴുത്ത് കിടക്കുന്നതാണ്. അടിപൊളി. നല്ല ഫുള്ള് പിങ്ക് കളറേ. ഇത് മണലല്ല, ഇത് നമ്മുടെ ഈ അതെ ഫുള്ള് പിങ്ക് കളറേ. നല്ല രസമുണ്ട് കാണാൻ. ഓറഞ്ചിന്റെ കൂട്ടിരിക്കുന്നത് കണ്ടിട്ട്. ഓറഞ്ച് ഡേറ്റ്സ് ആണോ ഇതിന്? രസമുണ്ട് കാണാൻ. നല്ല പഴുത്ത് പ്രായ കിടക്കാന്ന്. കിളി കൊത്തുന്നുണ്ടെന്ന് തോന്നുന്നതിനകത്ത് വന്നിട്ട്. ഇവിടെ കുറേ ചെറിയ കിളികളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ലപോലെ നിറഞ്ഞ് കൊല കുത്തി കിടക്കും അവിടെ. നിറച്ച് ഡേറ്റ്സ്. ആ നിറച്ച് കിടക്കുന്നു. തേനീച്ചയൊക്കെ ഉണ്ട്, കടന്തലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. നല്ല മുന്തിരിങ്ങ, അതായത് നല്ല മുന്തിരിങ്ങയുടെ ലുക്കാണ് ഡേറ്റ്സിന്. ഇതാണോ ചാടിയതെന്ന് അറിയില്ല. ഇത് വെള്ളം ഇത് കവർ ഇട്ടേക്കാണ്. ഇത് മിനറൽ വാട്ടറാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് വന്നിട്ട് പമ്പ് ചെയ്യുന്നത്. ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം ഫിഷിനോടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇത് കണ്ടോ, ഇത് ആ മേളിൽ നിന്ന് വെള്ളം താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഒഴുകി താഴോട്ട് പോകുന്ന സ്ഥലം. അതന്നെയാണ് അപ്പുറത്തെ റോഡ്. ആ ഹിൽസിന്റെ അവിടെ നിന്ന് വരുന്ന. പക്ഷെ ഒരു കവർ ഇട്ടേക്കോ അടിപൊളിയായിട്ട്. ഫാം ഹൗസ് ആണ്. ഞങ്ങൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ഓ നല്ല ഹൈസോടെ കയറി വരണം. ഇവിടെ ആൾക്കാർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ഡേറ്റ്സിൻ്റെ ഫാമാണ്. ഇവിടെ മാവൊക്കെ ഉണ്ട്. മാങ്ങയുണ്ടോ അതിനകത്ത്? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അവിടെയാ വെള്ളം ഒഴുകി വന്നേണ്ടേ. ഇതാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്ന വെള്ളം ഒഴുകുന്ന കാണാൻ. പക്ഷേ ഇത്രയേ വെള്ളമുള്ളൂ. ശക്തി ഇല്ലാത്തതുകൊണ്ട് പാതിക്ക് നിൽക്കുകയാണ്. ഇതൊക്കെ പാറ പൊട്ടിച്ചേക്കാണെന്ന് അറിയില്ല. നല്ല കുഴി അല്ലേ? മാവുണ്ട്, മാങ്ങയൊന്നും കാണുന്നില്ല. പക്ഷെ മാവും ഡേറ്റ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത ഫാമാണെന്ന് തോന്നുന്നു. എല്ലാത്തും ഡേറ്റ്സൊക്കെ ഒരു ഡേറ്റ്സും ഇഷ്ടം പോലെ
പഴുത്ത് കിടക്കാണ് സാധനം. ഒരു രക്ഷയില്ല, നല്ല ചൂടാണ് ഇതിനകത്ത്, നല്ല ചൂടല്ലേ. നമുക്ക് അവനെ തപ്പ. ആള് മിസ്സായ. ഇവര് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അതെ, അതാണ് വെള്ളം അങ്ങോട്ട് വരാത്ത. ഇത് ഇവരുടെ കൃഷി സ്ഥലത്തേക്കുള്ള വെള്ളം, അവർ വെള്ളം പമ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. രസമുണ്ടാണ് ഇവിടെയൊക്കെ. എന്തൊക്കെ അനങ്ങുന്നുണ്ട്, പാമ്പൊന്നും. അരണ പോന്നു, ഗൾഫിലെ അരണ. കരിയിലയുടെ ഇടയ്ക്ക് ഇത് ഉണ്ട്. അങ്ങോട്ട് കയറി പോയി അവസാനം. ഇത് വെള്ളം പോകുന്ന വെള്ളം അവനകത്ത് കയറി പോയോ? മാങ്ങ പറിക്കാൻ പോയാണ്. അതെ, മാങ്ങ പഴുത്തെടുക്കുന്നു. അത് വേണ്ട, അത് വല്ലതും കടിച്ചതെന്ന് അറിയത്തില്ല. കൊള്ളാവോ അത്? കൊള്ളാവോ? പക്ഷെ കഴിവുണ്ടോ? അറിയണ്ട. ഇതുവഴിയുള്ള വഴിയാണ്, പക്ഷെ ഇന്ന് കുറച്ച് നടക്കാൻ ഇച്ചിരി പാടുള്ള വഴിയാണ്. അവിടെ മേളിൽ ഇതിൻ്റെ മേളിൽ ഫാം തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വഴികളുണ്ടല്ലോ. ആൾക്കാർ ഇവിടെ എന്തോ സെറ്റപ്പാണ്. ഇവിടെ എല്ലാം താഴെ മൊത്തം ഡേറ്റ്സ് പഴുത്ത് കിടക്കുകയാണ്. മാവൊക്കെ പൂത്ത് കിടക്കുന്നത്. ദേ നമ്മുടെ നാട്ടിലെ മാവെന്ന് പറഞ്ഞാൽ മാവ് പൂക്കാത്തവർക്ക് ഇത് കണ്ടോ, ഗൾഫിൽ മാവ് പൂത്ത് കിടക്കുന്നത്. നാട്ടിൽ നല്ല മഴയാണ്, ഗൾഫിൽ മാവ് പൂത്ത്. ഈ ചൂടത്ത് നല്ല മഴ നാട്ടിൽ, ഇവിടെ മാവ് പൂത്ത് അടിപൊളിയായിട്ട് കിടക്കുന്നത്. അടിപൊളി. ഇഷ്ടം പോലെ മാമ്പൂ പൂത്ത് കിടക്കുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ മാങ്ങ പറിക്കാം. അതുപോലെ വന്നാൽ നമുക്ക് താഴേക്ക് വിടാം. ഇവനെങ്ങോട്ടാ കയറിപ്പോയി? ഇല്ല, അതുവഴി പിന്നെ നമ്മൾ ഇത്രയും നടക്കണം. ഞാൻ വിളിച്ചു നോക്കാം, കോൾ ചെയ്ത് നോക്കാം. ഇതിനകത്തോടെ അടുത്ത സ്ഥലത്തേക്ക് കയറിയാൽ പിന്നെയും ചുറ്റാണ്. കംപ്ലീറ്റ് ഇതിനകത്ത് കയറിയാൽ പിന്നെ പെട്ടല്ലേ. ഇത് നോക്കിയേ, പഴുത്തെടുക്കാൻ നോക്കിയേ ഡേറ്റ്സ്. പക്ഷെ നമുക്ക് കൊലയായിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലേ. അത് ഇത് തന്നെ, മാവും ഇത് തന്നെ, ഇത്രയൊക്കെ തന്നെ. നമുക്ക് തിരിച്ചുവിടാം. പറിക്കാൻ പറ്റുമോ? പക്ഷെ കൊല പറിക്കാൻ പറ്റില്ലല്ലോ. ഞാനേ ഇത് വീടെടുക്കുന്നുണ്ട് ചുമ്മാ. ഞങ്ങളിപ്പോ നടക്കുന്നത് കൊറപ്പക്കാൻ റോട്ടിലുള്ള ഒരു ഫാം ഹൗസ് ആണ്. അതെ, ഗൂഗിൾ വഴി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ വെള്ളച്ചാട്ടവും ചെറിയ തടാകം പോലെയൊക്കെ കണ്ടു. പക്ഷെ ഇന്ന് ജൂലൈ 26 2025. അല്പം ചൂടുണ്ട്, വെള്ളമൊക്കെ വറ്റിപ്പോയി. പക്ഷെ എന്നിരുന്നാലും നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണിത്. ഇതൊരു ഫാം ഹൗസ് ആണ്. ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അകത്ത് കയറിയത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സൈഡിൽ കൂടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ കൂടെ പോകണം. ഇടത് വശത്തേക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊക്കയാണ്. എനിക്ക് തോന്നി ഇതാന്ന് തോന്നുന്ന ആൾക്കാരെ ഡൈവ് ചെയ്യുന്ന സ്ഥലമായിട്ട് വന്നേക്കുന്നത് ഇതാന്ന് തോന്നുന്നു. കോടാനുകോട് വർഷങ്ങൾ കൊണ്ട് വെള്ളം ഒഴുകി പോയി രൂപാന്തരപ്പെട്ടതാണ് ഈ കാണുന്നത്. ഇപ്പൊ വെള്ളം കുറവാണ്, അതിനകത്ത് നിറയെ ഓലയൊക്കെയാണ്. പക്ഷെ ഒരു വീഴ്ച അങ്ങ് വീണ് കഴിഞ്ഞാൽ കയ്യും കാലും പിടിച്ചു. പിന്നെ പറക്കേണ്ട ആവശ്യമില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ആഴം കാണാം. നല്ല നോക്കി ഡേറ്റ്സ് ഒരു രക്ഷയില്ല, അടിപൊളി ഡേറ്റ്സ്. കാല് തന്നെയല്ലേ ലച്ചേ. എടേ ഇത് ഡേഞ്ചർ കേട്ടോ. ഇങ്ങോട്ട് പോണം. ഇത് വേണ്ട, തെന്നിയ താഴേക്ക് പോകും. ഇത് വിഷ്ണു കൊണ്ട് നീ കയറിക്കോ, നീ വേണമെങ്കിൽ കയറിക്കോ, റിസ്ക് എടുക്കണ്ട. അവിടെ അവിടെ വെള്ളമുണ്ട്, തെന്നില്ല കേട്ടോ. സൂക്ഷിച്ച്. ഒന്ന് തെന്നിയാ താഴെ കുഴി പോവേ. കുഴി കാണാൻ പോലും പറ്റത്തില്ല.
നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാ. എന്തായാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഞാനും ലച്ചുവും കൂടെ ഞങ്ങൾ വേറെ ഏരിയ കണ്ടുപിടിച്ച് ഞങ്ങൾ മതിൽ ചാടി ഞങ്ങൾ അപ്പുറത്ത് വന്നിരിക്കും അല്ലേ ലച്ചു? ആ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. ഡേറ്റ്സ് ഒക്കെ പഴുത്ത് കിടക്കുന്ന കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അനുവാദത്തോടെ കയറിയെങ്കിൽ കയ്യെത്തി പറിക്കാൻ പറ്റുന്ന ഈന്തപ്പഴം. നല്ല അടിപൊളി, നല്ല ചൂടുണ്ട്. സ്വർഗം തന്നെ അണ്ണാ, സ്വർഗം. ശരിക്കും നമ്മൾ വന്നിട്ടേ ദൂരെ സ്ഥലത്ത് എത്തിയില്ലല്ലേ? ഇങ്ങനെയൊക്കെ സ്ഥലത്ത് കയറിയാണ് എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അങ്ങോട്ട് വെച്ചു ഉള്ള അവസാനം നല്ല മധുരം. ഇത് ഫ്രഷ് വാട്ടർ ആണെന്ന് തോന്നുന്നു. ഒരു പമ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ആൾക്കാരാണ് അവര് നോക്കുന്ന ആൾക്കാരാ. അതാ ഇവിടുത്തെ ക്ലീൻ ചെയ്യുന്നതാണ്. മേളിൽ കണ്ട പാറകൾ പൊട്ടി നേരെ. പക്ഷെ ഇതൊരു നല്ല അടിപൊളിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പാത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ये पानी किधर से आ रहा है? नहीं भैया, थोड़ा स्विमिंग करने के लिए कुछ जगह है? എടാ പറിക്കല്ലേ ഇത്? മുഴുവൻ പറിക്കല്ലേ, ഒരെണ്ണം എടുത്തോ. പഴുത്തത് മാത്രം. സിംഗിൾ അതായത് കൊല എടുക്കാൻ പാടില്ല. പഴുത്തത് കണ്ട ഈ റെഡ് ആ കളറല്ലേ? അതെ, ആ ഓറഞ്ച് കളർ നിൽക്കുന്നേ. ആ അങ്ങനെയുള്ള എല്ലാം എടുത്തു. അതും അതിന്റെ ലെഫ്റ്റിലുള്ള അത്. ആ അറബി ദുഷ്ടനായെന്നല്ല, ഈ ഫാമിൽ കയറി ആരും ഇങ്ങനെ കൊല പറിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അറബി ദുഷ്ടനാന്ന് ആ പേര് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാം. അപ്പം നമ്മൾ അനുസരിക്കുന്നുള്ളതാണ്. അറബിയുടെ കീഴിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അയാളൊന്നും അറിയുന്നില്ല. പക്ഷെ എന്നാലും നമുക്കിവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് നല്ല ഫാം ഉണ്ടായത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അത് മതി, നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് വേണ്ട, ഒന്നോ രണ്ടോ ടെസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഫൈൻ. എനിക്ക് കോല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി. അവന് വെള്ളത്തിൽ കല്ലെടുത്തിരുന്നതാണ് ഇഷ്ടം. ആദ്യം അമ്മവും കൂടെ അവിടെ വെള്ളത്തിൽ കല്ല് പറക്കിട്ടോണ്ടിരിക്കുക. ഇതൊക്കെയാണ് കാണേണ്ടത്. ആ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഇതൊക്കെ തന്നെ, എത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകണ്ട, ഇനിയൊന്നും കാണാനില്ല. ആ മാവ് പൂത്ത് ഇപ്പോൾ ഉണ്ട്, നല്ല മാവ് പൂത്ത് കായ്ച്ചില്ല. ലച്ചുവിന് മാങ്ങ കിട്ടി. ആ എവിടെ? ആ സൈഡില. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ ഏത് വഴി? അങ്ങനെ വരാം. പക്ഷെ അവിടെ നമ്മൾ കാണുന്നതേ ആ കാണുന്ന സ്ഥലം അത് ഫാമല്ലേ? ആ അവിടെ ഓപ്പോസിറ്റ് ഫാമല്ലേ. താഴ്വാരമാണ്, താഴ്വാരം. സൂക്ഷിച്ചേ, ഒന്ന് കല്ല് തെറ്റിയ താഴെ കൊക്കെ കുഴി പോയി വീഴും. അത് ഈ മരത്തിനിടയ്ക്കാണ്ടേ. കേർത്തിപ്പോ ഷർട്ടെല്ലാം നനഞ്ഞൊരു പരുവാവും. വണ്ടി കയറുമ്പോ തന്നെ മൊത്തം വെള്ളമാവും. അവർ നടന്ന വണ്ടിയുടെ അടുത്ത് പോയെന്ന് തോന്നുന്നു. പിന്നെ അവരെന്തിനാണ് വന്നത്? അവരിങ്ങനെ ഓരോ സ്ഥലം കാണുക, തിരിച്ചു പോവുക. ഞാൻ പറഞ്ഞില്ലേ എന്നോട് ആദ്യം വരാൻ പറഞ്ഞില്ല? അടിപൊളി സ്ഥലമല്ലായിരുന്നോ? എന്താ കുതിരപ്പുറത്ത് പോന്നു? ലിയോ ചേട്ടനൊക്കെ ഇരിക്കുക. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാ. പക്ഷെ ഇവർക്കൊന്നും നടക്കാൻ വയ്യാത്തോണ്ട് ഇവര് ഫാം ഹൗസ് കാണാതെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. പൊടിക്കൊച്ച് നടന്നു പോകുന്നതാണ് സൈഡിൽ കൂടെ. അമ്മ എങ്ങോട്ടാണ്? വണ്ടി ഓടിച്ച് അടിപൊളി. ഇവിടെ ഒരാള് ക്ഷീണിച്ച് അവിടെ ഇരിപ്പായി. നിങ്ങൾ ശരിക്കുള്ള കാണേണ്ട പ്രദേശം കണ്ടില്ല.